ഹായ് ഗൈസ്, ഈ ഒരു വീക്കിലെ വ്യൂ അതേപോലെ തന്നെ ലെവൽസ് ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രോഫോം ചാലഞ്ചിൻ്റെ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അക്കൗണ്ട് ഇവാലുവേഷൻ ഫേസ് നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മന്ത്ലി പോയിട്ട് നമ്മുടെ ലെവൽസും കാര്യങ്ങളും നോക്കാം. നമ്മൾ മന്ത്ലി ഓൾറെഡി ഉള്ളത് ഒരു ഇക്വിലിബ്രിയം ലെവലാണ്. ഈ ഒരു ഹൈ ടു ഇയർ ലോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു ഡിസ്കൗണ്ട് അറയിലാണ്, പ്രീമിയം അറയിലാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ബൈ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു ഏരിയയിലുള്ള ബൈ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്, ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റേണൽ അതേപോലെ തന്നെ അപ്സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അപ്സൈഡിലേക്കുള്ളൊരു നെക്സ്റ്റ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ മന്ത്ലി ലെവൽ ഈ ഒരു ലെവൽസിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വീക്ക്ലി ലെവൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കണ്ടൊരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വൈ സൈഡ് ലിക്വിഡിറ്റിയും കാര്യങ്ങളും ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൈസ് ഈ ഒരു ലെവൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം ഡിലീറ്റ് ചെയ്യാവുന്ന ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നമുക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 50% ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പി ഡി ആറായിട്ട് എന്താണ് റിയാക്ഷൻ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പ്രൈസ് വീണ്ടും നല്ലൊരു ഡിസ്കൗണ്ട് ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് എടുത്താണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്താണ് നമുക്ക് ലെവൽസും കാര്യങ്ങളും നോക്കാം. അതേപോലെ നമുക്ക് ഒ ടി ലെവൽസ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ആണ് നമുക്ക് ഒ ടി ലെവൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നമുക്ക് ബൈ സ്റ്റോപ്പ് എടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നല്ലൊരു ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു മൈനസ് ഒ ബി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു സി ഐ സി ഡി കാണാൻ പറ്റുന്നുണ്ട്, മൈനസ് ഒ ബി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് നമ്മളിപ്പം പറഞ്ഞിട്ടൊരു ഡിസ്കൗണ്ട് അറിയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അറിയാനുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു വീക്ക് നമുക്ക് ഈ ഒരു ലെവൽസിലേക്ക് വേണമെങ്കിൽ എയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഡെയിലിയിലേക്ക് എന്താണ് സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് പിക്ചറും കാര്യങ്ങളും നോക്കാം. അതേപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇൻവേർഷൻസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീക്ക്ലി ലെവൽസിൽ ഈ ഒരു ലെവലിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നമുക്ക് ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലേ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ടാണ് അപ്സൈഡിലേക്ക് ഈ കഴിഞ്ഞ വീക്സിലുള്ള നല്ലൊരു മൊമെന്റ് തന്നിട്ടുള്ളത്. ഈ ഒരു ലെവൽസിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് അപ്സൈഡിലേക്ക് നല്ലൊരു മൊമെന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പ്രൈസ് എന്താ ചെയ്തിട്ടുള്ളത്, പ്രൈസ് വീണ്ടും ഈ ഒരു എക്സ്റ്റേണൽ എടുത്തതിന് ശേഷം നല്ല ലിക്വിഡിറ്റി എടുത്ത് NFP വീക്കാണ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇൻവേർഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ലെവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലെവലിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് കയറിപ്പോൾ ഒരു ലെവലിലാണ് പ്രൈസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലെവലും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ഈ ലെവലിൽ എങ്ങനെയാണ് റിയാക്ഷനും കാര്യങ്ങളും നോക്കേണ്ടതാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിലൊരു സെൽ സൈഡും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു അപ്പ് സൈഡിലേക്കുള്ളൊരു മൊമെന്റും കാണാം. അതിനുശേഷം പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ സെൽ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി അതേപോലെ വീക്ക്ലി ലെവലിലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അതും കൂടി നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ആണ് മെയിനായിട്ട്. ഈ ഒരു വീക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ചിലപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്ന ധാരാളം ഓർഡേഴ്സ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽസിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലിക്വിഡിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് അപ്സൈഡിലേക്കുള്ളൊരു മൊമെന്റും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പം ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് റീപ്രൈസ് കാണാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് പ്രൈസ് റീപ്രൈസ് ചെയ്യാതെ ഈ ഒരു ഏരിയന്ന് കണ്ടിന്യൂഷൻ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്കോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും അപ്പ് സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു ലെവലിലൊരു മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റ് തന്ന് പിന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു. ഈ ഒരു ലെവലിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിൽ നിന്ന് അപ്പ് സൈഡിലേക്കുള്ള ഒരു മൊമെന്റോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ലെവൽസിലേക്ക് വന്നിട്ട് ഈ ഒരു മൊമെന്റോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലെവലിലേക്കുള്ള റീട്രേസ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു ഈ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രൈസ് ഇവിടെ നിന്ന് തന്നെ ഒരു ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫുൾ ബാക്കിന് ശേഷം ഡൗൺ സൈഡ് വരുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു 4 hour ലെവലിലേക്ക് പോയിട്ട് നോക്കാം. 4 hour ലെവലിലേക്ക് പോയാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്
അതേപോലെ നമുക്കിവിടെ ഡൗൺ സൈഡിൽ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കിന് ലിക്വിഡിറ്റിയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു വോയിഡ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ NFT വീക്ക് ആയിരുന്നു, NFT ടൈം ഉണ്ടായിരുന്നുള്ള ഒരു വോയിഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഞാനൊന്ന് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ട്യൂസ്ഡേ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് അപ്സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു റീബാലൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇത് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പായി എടുക്കുന്നതിന് പകരം ഇതൊരു ലിക്വിഡിറ്റി പോയിട്ടായിട്ട് എടുക്കണം. അതായത് ഈ ഒരു റീപ്രൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസ് നിന്നെല്ലാം പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാൻ, ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചിട്ട് പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാനാണ് പ്രോബിലിറ്റി ഉള്ളത്. ഓക്കെ, നമുക്ക് 1 hour ലെവൽസിലേക്ക് പോവാം. 1 hour ലെവൽസിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൈസ് ഇവിടെ നിന്നാണ് നമുക്ക് ഡൗൺ സൈഡ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ നിന്നെല്ലാം കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇവിടെ നിന്നാണ് ഡ്രോപ്പ് വന്നിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന് ഞാൻ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു ലെവൽസ് ആണെന്ന് ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ ഇന്ന് മൺഡേ ആണ്. ഓക്കെ, ഞാനൊരു സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഒരു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ഓർഡർ ബ്ലോക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 15 മിനിറ്റ്സിൻ്റെ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. 5 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് അപ്സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒരു മാനിപ്പുലേഷൻ തന്നു. ഈ ഒരു മാനിപ്പുലേഷൻ ലെഗ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ഹൈ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഓപ്പണിങ്ങിൻ്റെ ആ ലെവലിലായിരുന്നുകൊണ്ട് ചെറിയൊരു ഈ ഒരു ഓപ്പണിംഗ് ലെവൽസ് നിന്നായിരുന്നു ഞാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പണിംഗ് ലെവൽ വന്നു, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയ സമയത്ത് ഈ ഒരു ലെവൽ വരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്ത ട്രേഡായിരുന്നു, ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡായിരുന്നു. അതിനുശേഷം വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് ഒരു ഡബിൾ സൈഡ് മൂവ്മെൻ്റ്, ഒരു കൺസോളിഡേഷൻ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ബൈ സൈഡിലേക്ക് കൂടി ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്. മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു മന്ത്ലി ലെവലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലേക്കുള്ള ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഇൻവേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പണ്ടേ ഒരു ലോ ക്രിയേറ്റ് ആയി എന്നുള്ള രീതിയിൽ ഈ ഒരു ലോ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തരേണ്ടതാണ്. വീണ്ടും ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ബൈ സ്റ്റോപ്പറിലെടുത്ത് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു വീക്ക്ലി ലെവലുള്ള ഡിസ്കൗണ്ടും അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്കും. ഈ XY നോക്കലാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ 1 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നല്ലൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, പ്രൈസ് റീപ്രൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി വോയിഡും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് റീപ്രൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഡയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് അതും മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സെൽ സൈഡ് എടുത്തു അതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊരു മൊമെൻറ്റം കാണാൻ പറ്റുന്നത്. ധാരാളം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ടേക്ക് പോയില്ല. എന്തായാലും റീപ്രൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിലേക്കുള്ള ഒരു മൊമെൻറ്റ് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ പുറത്തുള്ള ഒരു റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്തായാലും ന്യൂ ഇയർ ഓപ്പറേറ്റിൻ്റെ എന്താണെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വ്യൂ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡ് എടുത്ത ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഓപ്പണിംഗ് ലെവൽ എടുത്ത ട്രേഡാണ്, ഓപ്പണിംഗ് ലെവൽ എടുത്ത ട്രേഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാനൊരു അതന്നെ നമ്മളൊരു സിൽവർ ബുള്ളറ്റ് ഓപ്പൺ ആകുന്ന ഒരു സമയത്ത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചാലഞ്ചിൻ്റെ എന്താണ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നോക്കാം. ചാലഞ്ചിൻ്റെ ഫേസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.2% അപ്പായിട്ടുണ്ട് ഈ ഒരു ചാലഞ്ച്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വീക്കിലെ ട്രേഡും കാര്യങ്ങളും. കഴിഞ്ഞ വീക്ക് നമുക്ക് NFTയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഓവർ ട്രേഡോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയ ട്രേഡ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വീക്ക് നമുക്ക് നോക്കാം എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നതാണ്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്, സെഷനും മാത്രം നോക്കിയാണ് ട്രേഡും കാര്യങ്ങളും എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പ്ലാനും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടായിരുന്നു ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു.